വെറും 40 രൂപയുടെ കാര്യത്തിനാണോ 400 ദിവസത്തെ തപസ്? നീ എന്തൊരു പൊട്ടനാണടാ. അല്ല, പ്രഷ്യസ് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസിന് എതിർവശത്ത് PV കോംപ്ലക്സിന്റെ 3ാം നിലയിലാണത്. താങ്ക്സ് ഭഗവാനെ. ദയവ് ചെയ്ത് കല്യാണക്കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വേഗത്തിൽ കല്യാണം ശരിയാവാൻ പ്രഷ്യസ് മാട്രിമോണിയൽ. കൊടും കുറ്റവാളി ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടത്തിൽ പോലീസിന്റെ അന്വേഷണ കണ്ടെത്തൽ തള്ളി സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. പോലീസ് കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിലെ കമ്പി മുറിക്കാനാകില്ലെന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. കണ്ണൂർ സെൻട്രൽ ജയിലിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് അന്വേഷണ സമിതിയുടെ പ്രതികരണം. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാണെന്ന് സമിതി വിലയിരുത്തി. ജയിൽ ചാട്ടത്തിന് ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുണ്ടായിട്ടും കണ്ടെത്താനാകാത്തത് ഗുരുതര വീഴ്ചയാണ്. പോലീസ് തെളിവായി കണ്ടെത്തിയ ആയുധം ഉപയോഗിച്ച് സെല്ലിലെ ഇരുമ്പു കമ്പി മുറിച്ചുവെന്നതിൽ അവ്യക്തതയുണ്ടെന്നും അന്വേഷണ സമിതി വ്യക്തമാക്കി. 1.5 ഇഞ്ചോളം കനമുള്ള ഒരു കമ്പി ഒരു ചെറിയ 8 സ്ഥലത്ത് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരാൾക്ക് അത് മുറിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം രാവിലെ പറഞ്ഞത് അത്ഭുതകരമെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. കാരണം അതിനാണ് ഞങ്ങളിവിടെ താമസിച്ച് 1000 പേരെ ചോദ്യം ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അതിനുള്ള ഉത്തരവാദിത്വമോ അതൊരു ഭാരിച്ച ചുമതലയോ ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അത് പോലീസ് തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷേ അവിടെ ഒരു ഡെഫിനറ്റായിട്ട് ഒരു നല്ല ശക്തിയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഉപകരണം ഉപയോഗിച്ച് എന്തോ അത് ചെയ്തിട്ടുണ്ട്. നിലവിലെ ഫൈൻഡിങ്സ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാമല്ലോ. അവരന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമല്ലേ, പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. അതുപോലെ ജയിൽ വകുപ്പ് ഇതിനെക്കുറിച്ച് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള നടപടികൾ അവരെടുക്കുന്നുമുണ്ട്. ഇത് രണ്ടും ഞങ്ങളുടെ ചുമതലയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ കാര്യം സർക്കാരിനെ അറിയിക്കുമല്ലോ, തീർച്ചയായിട്ടും. കാലപ്പഴക്കം ചെന്ന സെല്ലുകളും തകരാൻ സാധ്യതയുള്ള മതിലുകളും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ട്. ഇത് സുരക്ഷാ ഭീഷണിയാണെന്ന് സമിതി വിലയിരുത്തി. ഉന്നത ജയിൽ ഉദ്യോഗസ്ഥരുമായി അന്വേഷണ സമിതി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉത്തരമേഖല ജയിൽ DIG, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലും അന്വേഷണ സമിതി പരിശോധന നടത്തും.